അതിവേഗം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കിയതിലൂടെ മാലിന്യം വിറ്റ് 23 കോടി രൂപ നേടി ഹരിതകർമ്മസേന. ഈ വർഷം മാത്രം 6 കോടിയോളം രൂപയാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ അക്കൗണ്ടിലെത്തിയത്. മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ ശക്തമാക്കിയതോടെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നതും കുറഞ്ഞു. സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്നതായിരുന്നു LDF സർക്കാരിന്റെ സ്വപ്നം. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം വിറ്റ് 23.38 കോടി രൂപയാണ് ഹരിതകർമ്മസേന നേടിയത്. ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ 31 വരെയുള്ള കണക്കനുസരിച്ച് 5.7 കോടി രൂപയാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ അക്കൗണ്ടിലെത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 9.79 കോടി രൂപയും അതിനു മുൻപുള്ള വർഷം 5.8 കോടിയും നേടി. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പുനരുപയോഗിക്കാൻ കഴിയുന്ന അജൈവ വസ്തുക്കൾ ക്ലീൻ കേരള കമ്പനിക്കാണ് നൽകുന്നത്. കമ്പനി ഇവയ്ക്ക് മികച്ച വിലയിട്ട് തുക ഹരിതകർമ്മസേനയുടെ കൺസോഷ്യം വഴി അക്കൗണ്ടിലേക്ക് നൽകും. നിലവിൽ 35,352 ഹരിതകർമ്മസേനാംഗങ്ങളാണുള്ളത്. 2021 ജനുവരി 26 മുതലാണ് ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വില നൽകി വാങ്ങാൻ തീരുമാനിച്ചത്. 742 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വാതിൽപ്പടി സേവനം നടപ്പാക്കി വരുന്നത്. പുനരുപയോഗിക്കാനാകാത്ത അജൈവ പാഴ്വസ്തുക്കൾ സംസ്ഥാനത്തിന് പുറത്തുള്ള സിമന്റ് ഫാക്ടറികളിലേക്കാണ് നൽകുന്നത്. സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നടപടികൾ ശക്തമാക്കിയതോടെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2023 ഏപ്രിൽ മുതൽ കഴിഞ്ഞ ഒക്ടോബർ 31 വരെയുള്ള കണക്കനുസരിച്ച് ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ 82,619 ടൺ പാഴ്വസ്തുക്കളാണ് നീക്കിയത്. ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ വരെ 35,070 ടൺ മാലിന്യം ശേഖരിച്ചു. മാലിന്യ ശേഖരണത്തിൽ പ്രതിമാസം 5,000 ടൺ വർധനവാണ് ഉണ്ടായത്. ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ 60,120 ടൺ മാലിന്യം നീക്കുകയാണ് ക്ലീൻ കേരള കമ്പനി ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.